الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. meine സഹോദരന്മാരെ, സഹോദരികളെ, സദസ്യരെ, ശ്രോതാക്കളെ, രാജാതിരാജനായ അർശൻ്റെ ഉടമയായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി വർത്തിക്കാൻ സദാ പാടുപെടുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഉപദേശങ്ങളിൽ നിന്ന് ജീവിതത്തിൽ പകർത്താത്ത ഭാഗങ്ങൾ കേട്ടുകഴിഞ്ഞാൽ പകർത്താനും ശ്രദ്ധ ചെലുത്തുക, അതിനും അള്ളാഹു സഹായിക്കട്ടെ. നാം ഇന്ന് ചർച്ച ചെയ്യാൻ സെലക്ട് ചെയ്തതായ വിഷയം മരണം അല്ലെങ്കിൽ മരണസ്മരണ എന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. എന്ത് അപകടങ്ങൾ, എന്ത് വിപത്തുകൾ ഈ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നാം കേൾക്കുകയാണെങ്കിൽ അതിൽ നിന്നിട്ട് ഏതെങ്കിലും രൂപത്തിൽ മുക്തരാവാൻ വേണ്ടി സാധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ ശതമാനം ഇഹ്തിമാലാത്ത് ഉണ്ടെങ്കിൽ അതിൽ നാം പ്രതീക്ഷിക്കും. അതാണ് ദുനിയാവിലുണ്ടാകുന്നതായ അപകടത്തിൻ്റെ സ്ഥിതി. പക്ഷേ നമുക്കെല്ലാവർക്കും ഭയമുണ്ട്, പേടിയുണ്ട്, പ്രയാസമുണ്ട് മരണത്തെ നേരിടുന്ന കാര്യത്തിൽ. പക്ഷെ ആർക്കും തന്നെ അതിൽ നിന്നിട്ട് ഒരു നിലക്കും മോചിക്കാൻ പറ്റുമെന്നോ രക്ഷപ്രാപിക്കാൻ പറ്റുമെന്നോ എന്ന ഒരു പ്രതീക്ഷ ഇല്ല. 1000-ലോ മില്യണിലോ 1% പോലും ഇല്ല. അത്രയും ഉറപ്പുള്ള, നിർബന്ധമായി സംഭവിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ മരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അതിനെക്കുറിച്ച് പറഞ്ഞ ശൈലി തന്നെ അങ്ങനെയാണ്. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. സക്റത്തുൽ മൗത്ത്, ആ മരണവേദന, മരണപ്രയാസം, അത് വരുമെന്നല്ല, വന്നു കഴിഞ്ഞു. അത്രയും ഉറപ്പായി വരുന്ന ഒരു സാധനമാണത്. പക്ഷേ നീ അത് വരുകയില്ല എന്ന ഭാവം നടിക്കും പോലെ നിന്റെ ജീവിത രീതി അങ്ങനെയായിരുന്നു. നിന്റെ ജീവിത രീതി ഓതുന്നത് അങ്ങനെയുള്ളൊരു പ്രയാസത്തെ അവൻ ഒരു ദിവസത്തിൽ, ഒരു പ്രഭാതത്തിൽ നേരിടേണ്ടി വരും എന്നതല്ല. അതുകൊണ്ട് തന്നെ നിന്റെ പ്രവർത്തനം കുറിച്ചത് അതിൽ നിന്നിട്ട് ദൂരപ്പെടാൻ, അതിൽ നിന്നിട്ട് മോചിക്കാൻ, അത് ഓർക്കാതിരിക്കാൻ. ചുരുങ്ങിയാൽ ചില നാട്ടുകാരെ കുറിച്ച് തന്നെ പറയപ്പെടാറുണ്ട്, അവരുടെ മുമ്പിൽ മരണസ്മരണ പറഞ്ഞാൽ തന്നെ അവർക്ക് ദേഷ്യമാണ്. വേറെ വിഷയമില്ല സംസാരിക്കാനെന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് അനുഭവമുണ്ട് അങ്ങനെയുള്ളവരെ. അതാണ് അള്ളാഹു പറയുന്നത്, ദാലിക മാ കുൻത മിൻഹു തഹീദ്. അതെ, ഈ മരണം നാം ഉദ്ദേശിച്ചാലും ഉദ്ദേശിച്ചില്ലെങ്കിലും നമ്മോട് കൂടെ തന്നെ, കൂടപ്പറപ്പായി നാം അതിനെക്കുറിച്ച് എല്ലായിടങ്ങളിലും, എല്ലാ സന്ദർഭങ്ങളിലും ഒരാൾക്ക് ഓർക്കാൻ സാധിക്കുമെങ്കിൽ, മരണം വരുമല്ലോ എന്നത് അവൻ്റെ മുമ്പിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനാണ് ബുദ്ധിജീവി. കാരണം അവൻ്റെ ജീവിതത്തെ കെട്ടിപ്പടുത്താൻ, അതിൽ തൻളീമുണ്ടാക്കാൻ, അതിന് വേണ്ടതായ എല്ലാ നിലക്കുള്ള ടൈം ടേബിൾ വരയാൻ അവനത് പ്രേരിപ്പിക്കും. നമ്മുടെ ടൈം പിന്നെ വേസ്റ്റ് ആവലുണ്ടാവുകയില്ല. കാരണം ജീവിത ലക്ഷ്യം അവന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് മരണമാണ്, മരണത്തിലേക്ക് ഒരുങ്ങലാണ്, പരലോകമോക്ഷമാണ്. ഈ ലക്ഷ്യം മുമ്പിൽ വെച്ച് ജീവിക്കുന്നവർക്ക് പിന്നെ ഭയപ്പെടേണ്ടതുണ്ടോ? ഇല്ല. കാരണം അവൻ ആ നേരിടാൻ പോകുന്നതായ ആ മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നവനാണ്. അപ്പോൾ പിന്നെ അവന് മരണമാസന്നമാകുമ്പോൾ പ്രയാസം നേരിടേണ്ടി വരികയില്ല. അള്ളാഹുവിൻ്റെ സത്യവാഗ്ദാനം അവിടെ പുലരുക തന്നെ ചെയ്യും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മദീനയിലേക്ക് വന്ന സന്ദർഭത്തിൽ അവർക്ക് നല്ല പനി പിടിച്ചു. ഹിജ്റ വേളയിൽ മദീനയിലേക്ക് ആദ്യം കടന്നു വരികയാണ്. മദീനയിൽ പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന രോഗത്തിൽപ്പെട്ടതാണ്. ഇവിടെ വന്നാൽ വരുന്നവർക്ക് പനി അനുഭവപ്പെടും, പ്രയാസമുണ്ടാകും ആ പനിയിലൂടെ. അങ്ങനെ അബൂബക്കർ പ്രയാസപ്പെട്ടു. മരണത്തെ ആ സന്ദർഭത്തിലാണ് മൂപ്പർക്ക് ഓർമ്മ വന്നത്,
കാരണം മരണത്തോട് ഞാനിപ്പോൾ മരിച്ചു പോകുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അദ്ദേഹം പറയുകയുണ്ടായി, കുല്ലും റിഇൻ മുസബ്ബഹും ബി അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. എല്ലാവരും രാവിലെയാകുമ്പോൾ, പ്രഭാതമാകുമ്പോൾ കൂടെ കുടുംബത്തോടുകൂടി അവൻ വളരെ ഉല്ലസിക്കുന്നു, അവൻ സന്തോഷിക്കുന്നു, അവൻ ആഹ്ലാദിക്കുന്നു, അവൻ ആസ്വദിക്കുന്നു. അവൻ കുടുംബത്തോടു കൂടി നല്ല രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ പരിശ്രമിക്കുന്നു, ആശാന്ത പരിശ്രമം നടത്തുന്നു. അതേസമയത്ത് വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി, മരണം അവൻ ധരിച്ചതായ ആ ചെരുപ്പിൻ്റെ വാറ് എത്രമാത്രം അവനോട് അടുക്കുന്നുണ്ട്, അത്രമാത്രം അവനോട് ബന്ധപ്പെട്ടിരിക്കുകയാണ് മരണമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് പദ്യമായി ചൊല്ലിയതായി ഹിജ്റ വന്ന ദിവസങ്ങളിൽ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാവുന്നതാണ്. അതെ, ഈ സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ട യാഥാർത്ഥ്യം അള്ളാഹു പറയുകയാണ്, നിങ്ങൾ എവിടെ പോയാലും ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, എവിടെ ചെന്നാലും മരണത്തിൽ നിന്നിട്ട് മോചിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതല്ല. കടുകട്ടിയുള്ള ഭദ്രതയുള്ള കോട്ടയുടെ അകത്താണ് നിങ്ങൾ പോയി രക്ഷപ്പെട്ടതെങ്കിൽ അവിടെയും നിങ്ങളുടെ അജല് വരുമ്പോൾ, മരണപ്പെടേണ്ട ടൈം വരുമ്പോൾ മലക്കുൽ മൗത്ത് എത്താതിരിക്കുകയില്ല, നിങ്ങൾ മരണപ്പെടാതിരിക്കുകയില്ല, അതിൽ നിന്നിട്ട് മോചിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. അതാണ് ഞാൻ ഓതിയ ആയത്ത് കുറിക്കുന്നത്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഏത് മരണത്തിൽ നിന്നിട്ടാണ് ഓടുന്നത്? നമുക്ക് പലർക്കും മരിക്കുന്നത് പേടിയാണ്. അതുകൊണ്ടാണല്ലോ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് പേടി. മരണസ്മരണ എന്ന വിഷയം പണ്ടൊരു കാലഘട്ടത്തിൽ പഴയ കാലഘട്ടം, ഹിജ്റ ലോഡ്ജിൽ ക്ലാസ് എടുത്ത കാലഘട്ടം, ഏകദേശം 30-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രസംഗം ഞാൻ നടത്തിയപ്പോൾ ആ പ്രസംഗത്തിൽ പങ്കെടുത്ത ഒരു പത്രപ്രതിനിധി അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ എഴുതുകയുണ്ടായി, ഒരു പഴഞ്ചൻ മദീനയിലുണ്ട്, ഇപ്പോഴും മരണസ്മരണയൊക്കെ പറയുകയാണ്, ഖബറിനെ കുറിച്ച് പറയുകയാണ്, അഥവാ പഴഞ്ചൻ എന്ന അർത്ഥത്തിലേക്ക്. സുബ്ഹാനല്ലാഹ്. അത് പിന്നെ അദ്ദേഹം മാഫിന് ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ പറയുകയുണ്ടായി, മാഫിന് ചോദിക്കേണ്ടത് എന്നോടല്ല, പത്രത്തിലാണ് നിങ്ങൾ പറഞ്ഞത്, ജനങ്ങളല്ലേ അത് വായിച്ചത്, നിങ്ങളെ പത്രത്തിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു മൂപ്പരോട്. പറയുന്നത് അഭ്യസ്തവിദ്യരാണെന്ന് മനസ്സിലാക്കുന്നവർ വരെ തെറ്റിദ്ധരിച്ചു പോയിരിക്കുകയാണ് ഈ വിഷയം പഴഞ്ചനാണ് എന്നത്. അതേസമയത്ത് അബൂബക്കർ സിദ്ദീഖ് പഠിപ്പിക്കുന്നത് എന്താണ്? റളിയല്ലാഹു തആല അൻഹു വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി, ധരിക്കുന്ന ചെരുപ്പിൻ്റെ വാറിനേക്കാളും നിന്നിലേക്ക് അടുത്ത സാധനമാണ് മരണമെന്നത്. അത് ഓർത്ത് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹ് പറയുന്ന ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, രക്ഷപ്പെടണമെന്ന് നിങ്ങളുടെ പൂതി വെച്ചുകൊണ്ട് നിങ്ങൾ ഓടുന്നതായ ആ മരണം, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നിങ്ങളത് പിടികൂടുക തന്നെ ചെയ്യും. ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. പരസ്യ രഹസ്യമറിയുന്നതായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നിങ്ങളോട് ആ സന്ദർഭത്തിൽ എന്താ കാട്ടിയത് നിങ്ങൾ ഭൂമിയിൽ വെച്ചിട്ട് എന്ന ചോദ്യത്തിന് നിങ്ങൾ ആ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. ആ റബ്ബിൻ്റെ മുമ്പിൽ വിചാരണയുണ്ട്. അത് നമ്മുടെ മുമ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ മരണസ്മരണ എന്ന് പറയുന്ന ഇന്നത്തെ വിഷയത്തിൻ്റെ പ്രസക്തി പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ജീവിതം ചിട്ടപ്പെടുത്താൻ ഇന്ന് ഈ ക്ലാസ് കേട്ടിട്ട് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മരിക്കേണ്ടതുണ്ടല്ലോ, എപ്പോഴാണ് മരണം ആർക്കും അറിയുകയില്ല, ആർക്കും ഉറപ്പില്ല. ആ മരണം ആസന്നമാകുന്ന വേളയിൽ പെട്ടെന്നാണ് മരണമെങ്കിൽ കേൾക്കാൻ പോകുന്നത് പോലെ തൗബ ചെയ്യാൻ വരെ ചാൻസ് കിട്ടുകയില്ല, തൗബ ചെയ്യാൻ ചാൻസ് കിട്ടുകയില്ല, വസിയത്ത് ചെയ്യാൻ ചാൻസ് കിട്ടുകയില്ല. ഇന്നത്തെ യുഗം പണ്ടത്തെ യുഗത്തെ പോലെയല്ല. പണ്ട് അപകട മരണങ്ങൾ കുറവാണ്, ഇന്ന് അപകട മരണങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആക്സിഡൻ്റ് ആയിട്ടുള്ള മരണങ്ങൾ വേറെ, പല പല രൂപത്തിലുള്ള ആക്സിഡൻറ്റുകൾ. അതല്ലാതെ അപകട മരണം എന്ന് പറയുന്ന ഈ ഫുജാഅത്ത്, മൗത്തുൽ ഫുജാ എന്ന് ചില ഹദീസുകളിൽ റസൂലുള്ളാഹ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പോലെ അള്ളാഹുവിനോട് കാവല് ചോദിച്ചു എന്നൊക്കെ കാണാം. അങ്ങനെയുള്ള ആ പെട്ടെന്നുള്ള മരണം ഇന്നത്തെ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരികയാണ്. പല പല നാം കഴിക്കുന്ന ഭക്ഷണം കാരണത്താലോ അല്ലെങ്കിൽ പല ആധുനിക രോഗങ്ങൾ കാരണത്താലോ പെട്ടെന്നായിരിക്കും മരണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോഴോ ഈ പെട്ടെന്നുള്ള മരണം അപകടമാണ് എന്നാണ് ഹദീസ് കുറിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നേതാക്കൾ കാവലിനെ ചോദിച്ചത് പെട്ടെന്ന് മരിപ്പിക്കരുത് റബ്ബേ എന്നത്. പക്ഷേ
എന്ത് സംഭവിച്ചാലും നാം എങ്ങനെ മരിക്കുമെന്ന് നമ്മൾക്കറിയില്ലല്ലോ. നാം പെട്ടെന്നാണ് മരിക്കുക, അല്ലെങ്കിൽ നമുക്ക് സമയം ലഭിക്കും വസിയത്ത് ചെയ്യാൻ, തൗബ ചെയ്യാൻ, പാശ്ചാത്തപിക്കാൻ, മറ്റുള്ളവരുമായുള്ള ഇടപാടുകളൊക്കെ തീർക്കാൻ സമയം ലഭിക്കുമെന്ന് നമുക്കറിയുകയില്ലല്ലോ. അപ്പോൾ എന്ത് വേണ്ടി വരും? ബുദ്ധിജീവി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ മരണത്തിന് വേണ്ടി ഏത് സന്ദർഭത്തിലും ഒരുങ്ങി തയ്യാറെടുത്ത് വസിയത്ത് പോക്കറ്റിൽ ഏറ്റി നടക്കണം, അല്ലാതെ രക്ഷയില്ല എന്നർത്ഥം. تفت فؤادك الأيام فتا وتنحت جسمك الساعات نحتا وتدعوك المنون دعاء صدق ألا يا صاحي أنت أريد أنت تفت فؤادك الأيام فتا. ദിവസങ്ങൾ നിന്റെ ഫുആദിനെ കഷ്ണം കഷ്ണമായി ചിഹ്നം ചിഹ്നമായി മുറിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. وتنحت جسمك الساعات نحتا. അങ്ങനെ തന്നെ മണിക്കൂറുകളും നിന്നെ മുറിച്ചുകൊണ്ട് കഷ്ടിച്ചുകൊണ്ട് അഥവാ നിന്നെ മരണത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അലാ യാ സാഹി അന്ത ഉരീദു അന്ത, നിന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മരണം നിന്നോട് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. പക്ഷെ നാം ആ വിളി ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്ന് കവി പാടിയത് വളരെ യാഥാർത്ഥ്യമാണ്. സഹോദരന്മാരെ, സഹോദരികളെ, പറഞ്ഞു വരുന്നത് പെട്ടെന്ന് വരുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യമാകുമ്പോഴും എപ്പോഴാണ് വരിക എന്നത് മുൻകൂട്ടി വിവരമില്ലാത്ത ഒരു കാര്യമായിരിക്കുമ്പോഴും എന്താണ് നമ്മുടെ ബാധ്യത? നമ്മുടെ ബാധ്യത നാം ഒരുങ്ങിയിരിക്കലാണ്, നാം തയ്യാറായിരിക്കലാണ്. അത് പഴഞ്ചത്വമല്ല. അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ പറയുന്നു, അവരുടെ ദിവസം വരുമ്പോൾ, അഥവാ 9-ൽ ഒരു ദിവസമാണ് അവരുടെ ദിവസം വരിക. അവരുടെ ദിവസം വരുമ്പോൾ അവർ മരണസ്മരണ സ്ഥാപിക്കാൻ വേണ്ടി എവിടേക്ക് ചെല്ലും? ബഖീഉൽ ഗർഖദി എന്ന ഖബർസ്ഥാനത്തിലേക്ക് ചെല്ലും. എന്നിട്ട് അവർക്ക് സലാം പറയും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാഠം ഉമ്മത്ത് മുഹമ്മദിന് പഠിപ്പിക്കും പോലെ, കുന്തു നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂർ അലാ ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. നിങ്ങളോട് ഞാൻ പണ്ടൊരു കാലഘട്ടത്തിൽ, അഥവാ കല്ലുകരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരുട്, മുറുക്കമ്പാവ് വരെയുള്ള വസ്തുപൂജ, വ്യക്തിപൂജ ഒക്കെ നടത്തിയ കാലഘട്ടമുണ്ടല്ലോ. ആ കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങളോട് ഖബർ സിയാറത്ത് അനുവദിച്ചിട്ടില്ല ഞാൻ. ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല. സത്യം മനസ്സിലാക്കി ആരെ ആരാധിക്കണം, ആരോട് പ്രാർത്ഥിക്കണം, ആരുടെ മുമ്പിലാണ് തല കുനിക്കേണ്ടത്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അല്ലയോ എൻ്റെ സഹബാക്കളെ, പറയും പോലെ എൻ്റെ ഉമ്മത്തുകളെ, ഫസൂറുഹ, നിങ്ങൾ ഇന്നു മുതൽ ഖബർ സിയാറത്ത് ചെയ്തു കൊള്ളുക. എന്തിനാണ്? ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, പരലോകം ഓർക്കാൻ, മരണത്തെ ഓർക്കാൻ. ഞാൻ നാളെ മരിക്കുമല്ലോ, ഈ മയ്യത്ത് കിടക്കുന്ന മയ്യത്ത് പോലെ ഞാനും നാളെ മയ്യത്താകുമല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ മറന്നു കാണുകയില്ല. ഞാനടക്കമുള്ള നാം ഈ പള്ളിയിൽ നിന്നിട്ട് പുറത്തു പോകുമോ ഇല്ലേ എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത ദയനീയ ജീവിതമാണ് നമ്മുടെ ജീവിതം. നമുക്കറിയുകയില്ല നാം ജീവനോട് കൂടി ഇവിടുന്ന് പോകുമോ, അല്ല ആംബുലൻസ് വന്നിട്ട് നമ്മളെ കൊണ്ടുപോകുമോ, ഒന്നും പറയാൻ പറ്റുകയില്ല. അത്രയും ദയനീയ ജീവിതമാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ടാണ് കവികളൊക്കെ അങ്ങനെ ചെല്ലാൻ കാരണം. الموت باب وكل الناس داخله يا ليت شعري بعد الموت ما الدار الدار دار نعيم إن عملت بما يرضي الإله وإن خالفت فالنار هما محلان ما للمرء غيرهما فاختر لنفسك أي الدار تختار الموت باب وكل الناس داخله. മരണം അതൊരു വാതിലാണ്, ആ വാതിൽ കൂടി എല്ലാവരും പ്രവേശിക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് അറിഞ്ഞാൽ തരക്കേടില്ലായിരുന്നേനെ. അതാണ് അല്ലാഹു പറയുന്നത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ നഫ്സും, നഫ്സെന്ന് പറയുന്ന, ശരീരമെന്ന് പറയുന്ന ആ ജീവനുള്ള സാധനം എന്തായിരുന്നാലും വിരോധമില്ല, അതെല്ലാം മരണം ആസ്വദിക്കേണ്ടതാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. പ്രശ്നം അവിടെയല്ല, മരിക്കുമോ എന്നതല്ല പ്രശ്നം. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. നിങ്ങൾ ചെയ്തതായ നന്മ തിന്മ, അതിനുള്ള ഫലം, നന്മക്കുള്ള പ്രതിഫലം, തിന്മക്കുള്ള ശിക്ഷ പരലോകത്തിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരും എന്നതാണ് പ്രശ്നം. ആ പ്രശ്നം മുമ്പിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ മരണത്തെ ഭയപ്പെടേണ്ടത് എന്നല്ലാതെ അതിൽ വിശ്വാസമില്ലാത്തതായ നിരീശ്വരവാദികളും നിർമ്മതവാദികളും അക്കാര്യം ചിന്തിക്കുന്നില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവർക്ക് ഭയമുണ്ടാവുകയില്ല. മരിക്കുമ്പോൾ മരിക്കട്ടെ, എന്താ വരാൻ പോകുന്നതെന്ന് അവർക്ക് തോന്നും.
പോകുന്നു. പക്ഷേ സത്യവിശ്വാസികളാകുമ്പോൾ പരലോകത്തിലവർക്ക് വിശ്വാസമുണ്ട്, പരലോകത്തിലേക്ക് ചെല്ലേണ്ടതുണ്ട്, അവിടെ വിചാരണയുണ്ട്, അവിടെ ഹിസാബുണ്ട്, അവിടെ അദാബുണ്ട്, അവിടെ സിറാത്തുണ്ട്, അവിടെ മീസാനുണ്ട്. ഇതൊക്കെ വിശ്വസിക്കുന്നവരാണ് നാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാരിച്ച ഈ ചുമതല അത് ആ മരണത്തിന് വേണ്ടി ഒരുങ്ങലാണെന്നർത്ഥം. അപ്പോൾ മരണസ്മരണ എന്ന വിഷയം പറയുമ്പോൾ യഥാർത്ഥത്തിൽ നാം ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതം നന്നാക്കിയെടുക്കാൻ, നല്ല ജീവിതം, നമ്മുടെ വ്യക്തി ജീവിതമാവട്ടെ, സാമൂഹിക ജീവിതമാവട്ടെ, സാമ്പത്തിക ജീവിതമാവട്ടെ, രാഷ്ട്രീയ ജീവിതമാവട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ, എല്ലാ തുറകളിലും നാം മരണത്തെ സ്മരിച്ചതുകൊണ്ട് ജീവിതത്തെ നല്ല രൂപത്തിൽ ചിട്ടയുണ്ടാക്കാൻ, അതിനെ കെട്ടിപ്പടുത്താൻ നമ്മെ അത് പ്രേരിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് സത്യവിശ്വാസികൾ എന്നിട്ട് ബുദ്ധിജീവികൾ എന്ത് ചെയ്യുന്നത്? ഈ മരണസ്മരണ റസൂൽ പറഞ്ഞതുപോലെ സർവ രുചികളെ മുറിച്ചു കളയുന്നതായ അല്ലെങ്കിൽ തകർത്തിക്കളയുന്നതായ ആ മരണത്തെ നിങ്ങൾ ഓർത്തുകൊണ്ടേ ഇരിക്കണം, വർദ്ധിപ്പിക്കണം എന്ന റസൂൽ പറഞ്ഞത്. അക്തിറു, നിങ്ങൾ വർദ്ധിപ്പിക്കുക, എപ്പോഴും മരണത്തെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കണം. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ചോദിക്കപ്പെട്ടു റസൂലിനോട്, മോമിനീങ്ങളിൽ ശ്രേഷ്ഠരാരാണ്? പറഞ്ഞു റസൂലുള്ളാഹി അഹ്സനുഹും ഖുലുഖൻ. പിന്നെ ചോദിക്കപ്പെട്ട ആരാണ് അഖിയസുഹും ബുദ്ധിജീവികൾ? അക്തറുഹും ദിക്റൻ ലിൽ മൗത്ത്, അവരിൽ നിന്നിട്ട് മരണത്തെ കൂടുതൽ സ്മരിക്കുന്നവരെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സഹീഹുൽ അൽബാനി 1384 നമ്പർ ഹദീസിൽ അദ്ദേഹം സഹിയാക്കിയതായിട്ട് കണ്ടു. അപ്പോൾ നാം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഈ മരണം അത് യഥാർത്ഥത്തിൽ നമ്മുടെ നേതാക്കളാകുന്ന സഹാബാക്കൾ ഈ മദീനയിൽ പണ്ട് താമസിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അതിൻ്റെ ബേക്കിൽ വരാൻ പോകുന്ന അപകടങ്ങൾ ഒരുങ്ങിയില്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഈ നാട് മുഴുവനും അന്നൊരു കാലഘട്ടത്തിൽ, എൻ്റെ മുമ്പിൽ അജിമാരുള്ളത് കൊണ്ട് പറയുകയാണ്, ഈ മദീനയുടെ 1400 പരം വർഷങ്ങൾക്ക് മുമ്പുള്ള 441 വർഷമായി ഇപ്പോൾ റസൂലുള്ള ഈ മദീനയിലേക്ക് ഹിജറ വന്നിട്ട്, ആ കാലഘട്ടം ഹിജറ വന്നേടം മുതൽക്കുള്ളതായ ഒരു 10 വർഷം റസൂലുള്ള കാലഘട്ടത്തിലുള്ള ജീവിതവും അതിനുശേഷമുള്ളതായ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിലുള്ള ജീവിതവും സഹാബാക്കൾ ഇവിടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള ജീവിതങ്ങളൊക്കെ നാം ഒന്ന് കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും ഈ മദീനത്തെ പള്ളിയിലുള്ളതായ സ്വർഗത്തോപ്പിനെ യഥാർത്ഥ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള പാലമാക്കി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ജീവനെ തന്നെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാറായിരുന്നു. ഒരു വർഷത്തിൽ റസൂലുള്ളാഹിയുടെ സഹാബാക്കൾ റസൂലുള്ളാഹിന്റെ നേതൃത്വത്തിൽ റസൂല് പങ്കെടുത്തതുമുണ്ട്, അല്ലാത്തതുമുണ്ട്. 7ഓളം പോരാട്ടം ഒരു വർഷത്തിൽ, 10 വർഷത്തിലൂടെ 70ഓളം പോരാട്ടങ്ങൾ റസൂലും സഹാബത്തും ഈ നാട്ടിൽ ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ഒന്നിരിക്കലോ പോരാട്ടത്തിൽ കൂടി അള്ളാഹ് വാഗ്ദാനം ചെയ്ത വിഭാഗം ആ വാഗ്ദാനം അനുസരിച്ചിട്ട് അവർക്ക് സ്വർഗലോകത്തിലേക്ക് പറന്നു ചെല്ലാനുള്ള ചാൻസുകൾ ഷഹീദാവലിലൂടെ ലഭിക്കുന്നു. അല്ലാത്തവരെ പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യുന്നു എന്ന് ഖുർആനിൽ പറഞ്ഞതായ ആ ഇനത്തിൽപ്പെട്ടവരാവാൻ അവർക്ക് ചാൻസ് കിട്ടി. അതുകൊണ്ട് നല്ലൊരു സുവർണ അവസരമായിരുന്നു ആ കാലഘട്ടം. ആ അന്തരീക്ഷത്തിലാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരായ അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങളായ ഹാജിമാർ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അവർക്കൊരു സ്വർണ്ണ അവസരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അവർ ജീവിച്ച അന്തരീക്ഷത്തിൽ ആ സ്വർഗത്തെക്കുറിച്ച് ഏത് സന്ദർഭത്തിലും മദീനത്തെ പള്ളിയിൽ ചെല്ലുമ്പോൾ റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ കൂടി അവർക്ക് സ്മരിക്കാനുള്ള ചുറ്റുപാട്, നരകത്തെക്കുറിച്ച് ഓർക്കാനുള്ള ചുറ്റുപാട് അവർക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ആ മരണത്തെ സ്മരിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് പ്രശ്ന മനുഷ്യന്മാരായി ജീവിക്കാനുള്ള അന്തരീക്ഷം ആ മദീനയിൽ റസൂലുള്ള കെട്ടിപ്പടുത്തി അവർക്ക് കാണിച്ചു കൊടുത്തു. അതിന് ദൃസാക്ഷിയായ പർവ്വതങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത്, ഭൂമിയാണ് നിങ്ങളിവിടെ കാണുന്നത്, അവർ ജീവിച്ച അന്തരീക്ഷമാണ് നിങ്ങളിവിടെ ശ്വസിക്കുന്നത്, ആ വായുവിലൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. ആ ചാൻസ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കവേ നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ മരണം വരെ ഈ മദീനയുമായിട്ടുള്ള ടച്ച്, ആ റസൂലുള്ളാഹിന്റെ കാലഘട്ടം, സഹാബാക്കളുടെ കാലഘട്ടം, താബിഈങ്ങളുടെ കാലഘട്ടം, തബഉ താബിഈങ്ങളുടെ കാലഘട്ടം, അതെല്ലാം എങ്ങനെയായിരുന്നു ഈ മതത്തെ, ഈ ആദർശത്തെ, ഈ തൗഹീദിനെ ലോകവ്യാപകമാക്കാൻ വേണ്ടി അവർ പാടുപെട്ടതും കഷ്ടപ്പെട്ടതും എന്നതൊക്കെ പഠിക്കാത്തവരും ആദ്യമായിട്ട് തുടങ്ങി പഠിക്കുക, പഠിച്ചവർ പഠിപ്പിനെ പുതുക്കുക, എന്നിട്ട് ഈമാനിനെ വളർത്താനുള്ള ചുറ്റുപാട് അവർക്കുണ്ടായി ലഭിച്ചു എന്ന് ഈ മരണസ്മരണ എന്ന വിഷയം ദാറുൽ ഹദീസ് എന്ന റസൂലുള്ളാഹിന്റെ പള്ളിയോട് തൊട്ടു നിൽക്കുന്ന ഈ പള്ളിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ കേൾക്കുന്നതായ സന്ദർഭത്തിൽ നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം എന്നതാണ് നിങ്ങളോട് എനിക്ക് ഉപദേശിക്കാനുള്ളത്. അഥവാ പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങളായ ഉംറയ്ക്ക് വേണ്ടി വന്നവരായ അള്ളാഹുവിൻ്റെ അതിഥികളോട്. പ്രശ്ന മനുഷ്യന്മാരായി ജീവിക്കാൻ വേണ്ടി മരണത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഇമാം ബുഖാരി
ചൊല്ലിയതായ പദ്യം ഞാൻ പലപ്പോഴും ചൊല്ലിയിട്ടുണ്ട്. സാന്ദർഭോചിതമായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന പണ്ഡിതന്മാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ആ പദ്യങ്ങളെ ഉൾക്കൊള്ളിച്ചതായിട്ട് ഞാൻ വായിക്കുകയും ചെയ്തു. ഇഗ്തനിം ഫിൽ ഫറാഗി ഫള റുകൂഇ അസാ അൻ തകൂനൽ മൗതതു ബഗ്ത കം സഹീഹിൻ റഅയ്തു മിൻ ഗൈരി സുഖ്മിൻ ദഹബത് നഫ്സുഹു സഹീഹതു ഫൽതാ ഇഗ്തനിം ഫിൽ ഫറാഗി ഫള റുകൂഇ. റുകൂഇന്റെ സുജൂദിന്റെ നമസ്കാരത്തിന്റെ ഫള് നീ ടൈം കിട്ടുമ്പോഴെല്ലാം മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്തണം. എന്തേ? പെട്ടെന്നായിരിക്കും ചിലപ്പോൾ NOC വരിക, പെട്ടെന്നായിരിക്കും ചിലപ്പോൾ NOC വരിക, അഥവാ മരണമാസന്നമാവുക. അസാ അൻ തകൂനൽ മൗതതു ബഗ്ത. എന്തേ? ഇമാം ബുഖാരി പറയുകയാണ്, കം സഹീഹിൻ റഅയ്തു മിൻ ഗൈരി സുഖ്മിൻ ദഹബത് നഫ്സുഹു സഹീഹതു ഫൽതാ. എത്ര നല്ല പുഷ്ടിയുള്ള ആരോഗ്യമുള്ള മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പെട്ടെന്നൊരു പ്രഭാതത്തിൽ അവര് ഹാർട്ട് ഫെയിലായി മരിക്കുന്നതായി. അങ്ങനെ നാമും മരിക്കുമോ ഇല്ലേ എന്നത് ആർക്കും ഉറപ്പുണ്ട്. അതുകൊണ്ട് എപ്പോഴാണ് മരിക്കുക എന്നത് അറിയാത്ത ഞാനും നീയും എന്ത് വേണം? ഫറാഗുള്ള സമയം, ഒഴിവുള്ള സമയം സുജൂദ് വർദ്ധിപ്പിച്ച് റുകൂഅ് വർദ്ധിപ്പിച്ച് അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ഇമാം മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ ഇബ്നു ഇബ്രാഹിം മുഗൈറത്ത് ഇബ്നു ബർദിസ്ബത്ത് ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി. ഇമാം ബുഖാരി ഇങ്ങനെ പറഞ്ഞതോടുകൂടി അദ്ദേഹം മരിച്ചത് ഒരു റമളാൻ മാസം സമാപിച്ചു. റമളാനിൽ നന്നായി അള്ളാഹുവിനെ ആരാധിച്ചു, നോമ്പൊക്കെ പിടിച്ചു. അങ്ങനെ പെരുന്നാൾ രാത്രിയായപ്പോൾ അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. പെട്ടെന്നാണ് അദ്ദേഹം മരിച്ചത്. പെട്ടെന്നുള്ള മരണത്തെക്കുറിച്ച് ആക്ഷേപാർഹമായ ശൈലിയിൽ പറയുന്ന ഹദീസുകളൊക്കെ ഉണ്ടെങ്കിലും ആ ഹദീസുകൾ അത് ബാധകമാകും ആകൽ തയ്യാറാവാത്തവർക്കാണ്. തയ്യാറായവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമില്ല. ഏത് സമയത്തും മലക്കുൽ മൗത്ത് വരികയാണെങ്കിൽ ഒരുങ്ങി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഹദീസുകൾ എന്തല്ല, പ്രയാസമുള്ളതല്ല. കാരണം ഇബ്നു ഉമർ പറയുന്നത് പോലെ എപ്പോഴും വസിയത്തുമായി നടക്കലാണ്. തലയിണയുടെ താഴെ മൂപ്പര് വസിയത്ത് വെക്കലാണ്. വസിയത്ത് ഇല്ലാതെ എന്ത് ചെയ്യില്ല, മൂപ്പര് എവിടെയും കിടന്നുറങ്ങുകയില്ല. ആ സ്വഭാവം ഒരാളിൽ ഉണ്ടെങ്കിൽ, അഥവാ ഇടപാടുകളൊക്കെ തീർത്ത് കൊടുക്കാനുള്ളതും വാങ്ങാനുള്ളതൊക്കെ, നമുക്കൊക്കെ വാങ്ങാനുള്ളത് അറിയുള്ളൂ, കൊടുക്കാനുള്ളത് അറിയില്ല. വാങ്ങാനുള്ളതൊക്കെ വളരെ ക്ലിയറായിട്ട് എഴുതി വെച്ച് കാണും. അങ്ങനെയല്ല, കൊടുക്കാനും വാങ്ങാനും ഉള്ളതൊക്കെ എഴുതി കുറിച്ച് വെച്ചിട്ട് എന്താണ് വസിയത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ കുറിച്ച് വെച്ചിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങി തയ്യാറായി പാശ്ചാത്തപിച്ച് ഖേദിച്ച് എപ്പോഴും ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മരിക്കട്ടെ, പതുക്കെ മരിക്കട്ടെ, രോഗം പിടിച്ച് മരിക്കട്ടെ, അല്ലാതെ രൂപത്തിൽ മരിക്കട്ടെ, പ്രയാസമില്ല. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ മരണത്തെക്കുറിച്ച് റഹ്മത്തുള്ളാഹി അലൈഹി. ഞാനിവിടെ വന്നിട്ടിപ്പോൾ 50ഓളം വർഷമായി. പക്ഷേ ദശവർഷങ്ങൾ ഷെയ്ഖ് ഇബ്നു ബാസിനെ കാണാനും അദ്ദേഹത്തിൻ്റെ ആ യത്നങ്ങൾ നമുക്ക് കോലപ്പെടുത്താൻ പറ്റാത്ത രൂപത്തിലുള്ള പല പണ്ഡിതന്മാരും അയാൾ മരിച്ച സന്ദർഭത്തിൽ റസാ പറഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞു, പഴയ കാലഘട്ടത്തിൽ ജീവിക്കേണ്ട സലഫ് സാലിഹുകളുടെ കാലഘട്ടത്തിൽ ജീവിക്കേണ്ട ഒരു മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ ജീവിച്ചു എന്നാണ് അദ്ദേഹത്തെ പോലോത്തവരെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുക എന്ന് അങ്ങനെ തന്നെ നമുക്ക് തോന്നിപ്പോകും. അങ്ങനെയുള്ള ഒരു സലഫ് സാലിഹുകളുടെ ജീവിതം നമുക്ക് ജീവിച്ച് കാണിച്ചെന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ അനുഭവം അനുസരിച്ചിട്ട്, എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ 48 വർഷം മുമ്പ് വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അവിടുത്തെ ചാൻസലറാണ്. ആ കാലഘട്ടം മുതൽ അദ്ദേഹം മരണപ്പെടുന്നത് വരേക്കും രോഗങ്ങൾ മൂപ്പർക്ക് കുറവായിരുന്നു. രോഗങ്ങൾ മൂപ്പർക്ക് കുറവായിരുന്നു. ഞാൻ പറയാറുണ്ട്, രോഗം വന്നാൽ മൂപ്പര് മാത്രമല്ല മുടങ്ങുക, ആയിരങ്ങൾ മുടങ്ങിപ്പോകും. ആയിരങ്ങളുടെ പ്രശ്നം പരിഹരിക്കലാണ് മൂപ്പരുടെ ജോലി. അയാളുടെ വീടിന്റെ മുമ്പിൽ എപ്പോഴും ആയിരങ്ങളാണ്. 1-2 മനുഷ്യന്മാർ കേരളത്തിൽ നിന്നിട്ട് പിരിവിന് വേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ ഹറമിന്റെ പരിസരത്ത് താമസിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഞങ്ങൾ അതിഥികളായി വീട്ടിൽ കൊണ്ടുപോയ സന്ദർഭത്തിൽ അവര് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ മാംസം തിന്നാണ്. ഞാൻ ചോദിച്ചു, ആരാണ് ഷെയ്ഖ് ഇബ്നു ബാസ്, നിങ്ങൾക്ക് അറിയാമോ? ഇല്ല, അറിയുകയില്ല. അയാളൊരു അന്ധനാണ്, അതേ സമയത്തിൽ അദ്ദേഹം വഹാബിയുടെ നേതൃത്വം വഹിക്കുന്ന മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് തെറി പറയാൻ ആരംഭിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വന്ന പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അദ്ദേഹത്തിനെ പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. 2 പേരും റിയാദിലേക്ക് പോയി. കുറച്ച് മാസങ്ങളോ ദിവസങ്ങളോ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ മദീനയിൽ കൂടി വിട്ടുകടന്നു. ചോദിച്ച്, നിങ്ങൾ ഷെയ്ഖ് ഇബ്നു ബാസിനെ കണ്ടോ എന്ന് ചോദിച്ചു. അവരുടെ മറുപടി, അവരുടെ അതേ നാവ് കൊണ്ട്, അതേ ഷെയ്ഖ് ഇബ്നു ബാസിനെ ചീത്ത പറഞ്ഞ നാവ് കൊണ്ട്, ഞങ്ങളൊരു വ്യക്തിയെ കണ്ടു, അള്ളാഹുവിൻ്റെ വലിയ അദ്ദേഹം അല്ലെങ്കിൽ പിന്നെ ആരാണെന്നാണ് പറയുക, അങ്ങനെയുള്ള ഒരു മഹാ അത്ഭുത മനുഷ്യനെ ഞങ്ങൾ കണ്ടു എന്ന് അവരുടെ തൊള്ള കൊണ്ട് തന്നെ അവർ പറയുകയുണ്ടായി. അങ്ങനെയുള്ള ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി
മരണമാസന്നമാകുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് മാത്രമേ അദ്ദേഹത്തിന് രോഗമുണ്ടായിട്ടുള്ളൂ. ആ രോഗം പിടിച്ച സന്ദർഭത്തിൽ വരേക്കും മുസ്ലിങ്ങളിൽ നിന്നിട്ട് പ്രയാസമുള്ളവരുടെ മുആമലാത്തുകൾ മൂപ്പരുടെ കാറിൽ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഓതിക്കൊടുക്കുകയാണ്, വായിച്ചു കൊടുക്കുകയാണ്. ആര്? പ്രശ്നങ്ങളുള്ളവരുടെ പ്രശ്നങ്ങളെ അദ്ദേഹത്തിന് എഴുത്തുകാർ വായിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു അത്ഭുത മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു പണ്ട്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം മരണപ്പെട്ട സന്ദർഭത്തിൽ മസ്ജിദുൽ ഹറാമിലാണ് അദ്ദേഹത്തിൻ്റെ ഖബറടക്കപ്പെട്ടത്. മസ്ജിദുൽ ഹറാമിൻ്റെ പരിസരത്തുള്ളതായ ഖബർസ്ഥാനിൽ അന്നത്തെ കാലഘട്ടത്തിലുള്ളതായ രാജാവും കിരീടാവകാശിയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും മക്കയിലേക്ക് അന്ന് കുതിച്ചു ചെന്നു അദ്ദേഹത്തിന് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി. മയ്യത്ത് നിസ്കരിക്കുന്ന ആ സമയം ഹജ്ജ് സീസണോ അല്ലെങ്കിൽ റംസാൻ സീസണോ അല്ലാത്ത സമയത്താണ് മസ്ജിദുൽ ഹറാമിലേക്ക് മെല്ലിനിൽ പരം ആൾക്കാർ എത്തുകയും ഉണ്ടായി നിസ്കരിക്കാൻ വേണ്ടി. പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം കൊടുക്കാതെ എന്തുകൊണ്ട് ബഹുമാനിച്ചു എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു എന്നാണ് പറഞ്ഞത്. കാരണം അദ്ദേഹം മുടങ്ങിയാൽ ആയിരങ്ങളും മുടങ്ങും, പക്ഷെ മരണം അത് നിർബന്ധമാണ് മരിക്കൽ. ആ സമയത്ത് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. പക്ഷെ മരണപ്പെടുന്ന അവസാന നിമിഷം വരെ അദ്ദേഹം ഉമ്മത്ത് മുസ്ലിമിന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പാടുപെടലായിരുന്നു, കഷ്ടപ്പെടലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ജീവിതം ജീവിക്കുന്ന മനുഷ്യൻ ഏത് സമയത്ത് എങ്ങനെ മരിച്ചാലും എന്തില്ല, പ്രശ്നമില്ല. നഹ്സിബുഹും കദാലിക വലാ നുസക്കി അലല്ലാഹി അഹദ. അവരെക്കുറിച്ചൊക്കെ നാം അങ്ങനെ മനസ്സിലാക്കുന്നു. വലാ യുസക്കി അലല്ലാഹി അഹദ എന്നാണല്ലോ നാം പഠിച്ചിട്ടുള്ളത്. നമുക്ക് തസ്കിയത്ത് അങ്ങനെ 100 ഒരു വ്യക്തിയെക്കുറിച്ച് അങ്ങനെയാണെന്ന് പറയാനുള്ള ഉറപ്പ് പറയാനുള്ളത് അധികാരമില്ലെങ്കിലും നാം ഈ ശൈലിയിൽ സംസാരിക്കാനാണ് നമുക്ക് നമ്മുടെ അനിഷദ്യ നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. നമുക്ക് നമ്മുടെ അന്ത്യം നല്ല രൂപത്തിലാവാനുള്ളതായ എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങി ജീവിക്കുന്നവരിൽ നാം എല്ലാവരെയും അല്ലാഹു പെടുത്തുമാറാകട്ടെ. ഹദീസിൽ കാണുന്നു, മൗത്തുൽ ഫുജാഅത്തി അഖദത്തു അസഫിൻ, പെട്ടെന്നുള്ള മരണം ഗളബിലേക്കുള്ളതായ അടയാളമാണ്. ആ റിവായത്ത് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3910 അബൂദാവൂദിൽ, ഇമാം അഹ്മദ് 15492 ഹദീസ് സഹിയാണ്. പക്ഷേ പെട്ടെന്നുള്ള മരണം അപകടമാവൽ അതിൻ്റെ സിയാദകൾ വേറെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഫാജിറിനാണെങ്കിൽ പെട്ടെന്നുള്ള മരണം അപകടമാണ്, മുഅ്മിനാണെങ്കിൽ പെട്ടെന്നുള്ള മരണം അപകടമല്ല. എന്നാലും ആരാണ് ഫാജിർ, ആരാണ് മുഅ്മിൻ എന്നൊന്നും ഒരു വ്യക്തിയെക്കുറിച്ച് സ്വയം വിധിക്കാൻ അറിയാത്തത് കൊണ്ട് നമ്മുടെ ബാധ്യത നാം ഏത് സമയത്തും പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാവല ചോദിക്കേണ്ടതും പെട്ടെന്നുള്ള മരണം മരിക്കുകയാണെങ്കിൽ തയ്യാറായി നിൽക്കേണ്ടതും ആണ്. അതാണ് മുഖ്യം. സഹോദരന്മാരെ, സഹോദരികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ബുഖാരിയിൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വഫുജാഅതി നിഖ്മതിക വതഹവ്വുലി ആഫിയതിക വജമീഇ സഖതിക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, തഖ്ദീമുൻ തഖീറായിട്ട് റിവായത്തുകളുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, നീ ചെയ്തു തന്നതായ അനുഗ്രഹങ്ങൾ ഞങ്ങൾ നിന്നിട്ട് നീങ്ങിപ്പോകുന്നതിനെ തൊട്ട് കാവല ചോദിക്കുന്നു. നമുക്ക് എത്ര അനുഗ്രഹങ്ങൾ അല്ലാഹ് ചെയ്തിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി എപ്പോഴും നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് റസൂൽ പഠിപ്പിക്കും പോലെ. ബുഖാരിയിലാണ് ഹദീസ്, മുസ്ലിമിലാണ് ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന, വഫുജാഅതി നിഖ്മതിക, നിന്റെ ശിക്ഷ പെട്ടെന്ന് ഞങ്ങളെ പിടികൂടുന്നതിനെ തൊട്ടും കാവല ചോദിക്കുന്നു. മനസ്സിലായില്ലേ? പെട്ടെന്നുള്ള മരണത്തെ തൊട്ടുള്ള കാവൽ എന്നതാണ് ബാബ് ബുഖാരി. ഇമാം ബുഖാരി ഹദീസിന് ബാബ് നൽകിയത് പെട്ടെന്നുള്ള മരണത്തെ തൊട്ടുള്ളതായ കാവലിന് ചോദിക്കുന്ന ബാബാകുന്നു. അപ്പോൾ പെട്ടെന്നുള്ള മരണം ആണ് ഈ ഫുജാഅത്ത് നിഖ്മത്ത് എന്നതുകൊണ്ട് വിവക്ഷ എന്ന് മഹാനായ ഇമാം ബുഖാരിയുടെ ഫിഖ് അദ്ദേഹം മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പോൾ പെട്ടെന്നുള്ള മരണം അതിൽ ഉൾക്കൊള്ളും. ഏതിൽ? ഫുജാഅത്ത് നിഖ്മത്ത്. അപ്പോൾ ഈ സൈസിലുള്ള പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ട്, ഇങ്ങനെയുള്ള അപകടത്തിൽ നിന്നിട്ട് മോചിക്കാൻ എന്ന് മനസ്സിലാക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വഫുജാഅത്ത് നിഖ്മതിക വതഹവ്വുലി ആഫിയതിക വജമീഇ സഖതിക. നിന്റെ ആഫിയത്ത് അഥവാ പരിപൂർണ ആരോഗ്യം നമുക്കുണ്ട്. ഇപ്പോൾ ഓടാനും ചാടാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും എല്ലാം സാധിക്കുന്നു. അതേ സമയത്ത് കിട്ടിയില്ലാത്തവർ വേറെയുണ്ട്, വിൻക്രിയാസ് പ്രവർത്തിക്കാത്തവർ വേറെയുണ്ട്, ഹാർട്ട് വീക്കുള്ളവർ വേറെയുണ്ട്, പല രൂപത്തിൽ പരീക്ഷിക്കപ്പെട്ടവർ ധാരാളമുണ്ട്. അങ്ങനെ ഒരു തഹവ്വുല് പെട്ടത് വരികയാണെങ്കിൽ മഹാപകടത്തിൽ പെടൂലേ? ആർക്കും ഉറപ്പുണ്ട്? നാളെ എൻ്റെ ഒരു ഭാഗം പോലും മനുഷ്യൻ ബോംബെയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നല്ല കഴിവ് കൽപ്പുള്ള നല്ല 1-ാം നമ്പർ കോടീശ്വരൻ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ബോംബെയിലേക്ക് വന്നിട്ട് ബോംബെയിൽ നിന്ന് കരയാണ്, നല്ല നീണ്ട കരച്ചിൽ, പൊട്ടിക്കരയാണ് ഫോണിലൂടെ. എന്താണ് കരയുന്നത്? അദ്ദേഹം
ഓർക്കാഭാവത്തിൽ പെട്ടെന്നൊരു പ്രഭാതത്തിൽ നല്ല പുഷ്ടിയുള്ള മനുഷ്യൻ, ധാരാളം കാറുകളുള്ള മനുഷ്യൻ, ധാരാളം സമ്പത്തുള്ള മനുഷ്യൻ, പെട്ടെന്നൊരു പ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ അരയുടെ താഴെ, ഇവിടുന്ന് അര മുതൽ താഴെ ഉള്ളത് നിശ്ചലമായി. ഇപ്പോഴും അദ്ദേഹം കിടത്തത്തിലാണ്. 10 പരം വർഷങ്ങളായി സംഭവം നടന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം കിടത്തത്തിലാണ്. അദ്ദേഹത്തിന്റെ താഴെ ഭാഗം ചലിക്കുന്നില്ല. നമുക്ക് പറയാൻ പറ്റുമോ നമുക്ക് അങ്ങനെ സംഭവിക്കുകയില്ല എന്ന്? ആർക്കെങ്കിലും പറയാനുള്ള ധൈര്യമുണ്ടോ? ഇല്ല. ശ്രദ്ധിക്കുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, വതഹവൂലി ആഫിയതിക, എൻ്റെ ആഫിയത്ത് പെട്ടെന്ന് ചേഞ്ച് ആവുക, എന്നിട്ട് രോഗമുള്ള ശരീരമായി മാറുക. അങ്ങനെയുള്ള അപകടത്തിൽ നിന്നിട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. ജമീഇ സഖതിക, അതുപോലെ നിന്റെ എന്ത് കോപങ്ങൾ, എന്ത് നിന്റെ പാപങ്ങൾ, എന്ത് നിന്റെ ശാപങ്ങൾ ഉണ്ടെങ്കിൽ അവളെ തൊട്ടെല്ലാം നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർക്കി ശഖാഇ വസൂഉൽ ഖളാഇ എന്ന ഹദീസിൽ, എന്ന പ്രാർത്ഥനയിൽ മൗത്തുൽ ഫുജാഇ എന്ന പദമുള്ളത് ലഈഫാണ്, അങ്ങനെയില്ല. അപ്പോൾ അതിന് പകരം ഞാൻ ഈ ഓതിയ ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളതായ ഹദീസ്, ആ പ്രാർത്ഥന ഓതിയാൽ മതി. മനസ്സിലായില്ലേ? ഏത് മറ്റത് ചെല്ലുകയാണെങ്കിൽ ആ ഹദീസ് സഹീഹ് തന്നെയാണ്. ആ ഹദീസിൽ എന്തില്ല? മൗത്തുൽ ഫുജാ ഇല്ല. അപ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർക്കി ശഖാഇ വസൂഉൽ ഖളാഇ വശമാതത്തിൽ അദാ, അതാണ് അതിലുള്ളത്. അതിൽ മൗത്തുൽ ഫുജാ ഇല്ല. മനസ്സിലായില്ലേ? എല്ലാം നല്ല അർത്ഥവത്തായ പ്രാർത്ഥനകളാണ്. പ്രാർത്ഥിച്ച് പ്രാക്ടീസ് ആക്കേണ്ടതാണ്. നിങ്ങൾ ഈ കേട്ടതായ ഹദീസ് ബുഖാരിയിൽ 1388 മുസ്ലിമിൽ 2739. സഹോദരന്മാരെ, സഹോദരികളെ, ഇമാം അൽ ഹസൻ അൽ ബസരിയോട് ജനങ്ങൾ ചോദിച്ചു. ജനങ്ങളൊക്കെ ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ, ഇന്ന് ഞാൻ അല്പം മുമ്പ് ഞാൻ പറഞ്ഞ ശൈലിയാണ്, മരണത്തെ പറഞ്ഞ് പേടിപ്പിച്ച് കരയിപ്പിക്കുകയാണ്. അത് പ്രയാസപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. മൂപ്പര് ചോദിച്ചു, നിങ്ങളെ ജനങ്ങൾ മരണത്തെ പേടിപ്പിച്ചിട്ട് കരയിപ്പിച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക എന്നതിനേക്കാളും അതാണോ നിങ്ങൾക്ക് ഉത്തമം? അല്ല. മരണത്തെക്കുറിച്ച് പറയാതെ നിങ്ങൾ തോന്നിവാസികളായി, നിങ്ങൾ ഇഷ്ടാനുസരണം അള്ളാഹുവിനെ ഭയപ്പെടാതെ, മരണത്തെ സ്മരിക്കാതെ, പേടിയില്ലാതെ എന്തും കാട്ടാം, എന്തും ചെയ്യാം, എന്തും തിന്നാം, എന്തും കുടിക്കാം, എന്തും പറയാം, എന്തും പ്രവർത്തിക്കാം എന്ന ചിന്ത ചിന്തിച്ച് ജീവിക്കലാണോ നിങ്ങൾക്ക് ഉത്തമം? അതോടുകൂടി നിശ്ചലരായി കേട്ടവർ, എന്നാ വേണ്ട അതെന്നെ പറ്റൂല, എന്നാ നിങ്ങൾ പറഞ്ഞ സൈസിലുള്ള ജീവിതം പറ്റൂല, മരണത്തെ സ്മരിക്കലാണ് നല്ലത്. അപ്പോൾ മരണത്തെ സ്മരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അപകടത്തിൽ നിന്നിട്ട്, മൃഗതുല്യ ജീവിതത്തിൽ നിന്നിട്ട് മോചിക്കാൻ സാധിക്കുക എന്ന പാഠമാണ് മഹാനായ അൽ ഇമാം അൽ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചത്. നബിമാരുടെ വാക്കിനോട് തുല്യമുള്ള പദപ്രയോഗങ്ങളാണ് മഹാനായ ഇമാം അൽ ഹസൻ അൽ ബസരിയുടെ പദപ്രയോഗങ്ങൾ എന്നാണ് സലഫുസ് സാലിഹീങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളെ കുറിച്ച് പറയാറുള്ളത്. ഒരുങ്ങിയവരും ഒരുങ്ങാതിരുന്നവരുമുള്ള ചേഞ്ച് ഖുർആൻ പറയുന്നുണ്ട്. ഒരുങ്ങാതിരിക്കുന്നവരുടെ ചേഞ്ചിനെ കുറിച്ച് പറയുന്ന ശരി കേൾക്കുക. റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. മരണമാസന്നമാകുന്ന വേളയിൽ ഒരുങ്ങാത്തവർ പറയുന്നതാണ് എന്ത്? ഒന്ന് അല്പസമയം മടക്കുക. ഇതുവരെ ഞാൻ നീ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചു, നീ അല്ലാത്തവർക്ക് നേർച്ചയാക്കി അറുത്ത്, നീ അല്ലാത്തവരെ ആരാധിച്ചു, നിന്നെ വില വെച്ചില്ല, നിന്നെ പരിഗണിച്ചില്ല, നിന്റെ കഴിവ് കേൾപ്പ് മനസ്സിലാക്കിയില്ല, നീ ഷിട്ടാവാണ്, രക്ഷിതാവാണ്, രാജാതിരാജനാണ്, നിനക്ക് മാത്രമേ ആരാധന പാടുള്ളൂ, നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, നിനക്ക് മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ, നിനക്ക് മാത്രമേ ഇവിടെയുള്ള എല്ലാ സമർപ്പണങ്ങളും പാടുള്ളൂ എന്ന തത്വത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഒന്ന് അല്പസമയം മടക്കുകയാണെങ്കിൽ നിന്നോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന തത്വം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്തിയിരുന്നേനെ. അല്ലെങ്കിൽ നിനക്ക് മാത്രം ആരാധിക്കുക എന്ന നമസ്കാരം ഞാൻ നമസ്കരിച്ചിരുന്നേനെ. 2 റക്അത്ത് നിസ്കരിക്കാൻ ചാൻസ്. അങ്ങനെ എന്തെല്ലാം പാപങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ നിന്നിട്ട് ദൂരപ്പെട്ടവരുണ്ടോ അവരെല്ലാം മരണമാസന്നമാകുന്ന വേളയിൽ എന്ത് ചോദിക്കും? ഇപ്പറയുന്ന ശൈലി ഖുർആൻ പറയുകയാണ്, ഒന്ന് മടക്കി തന്നേക്ക് റബ്ബേ, അല്പസമയം കിട്ടിയാൽ ഞാൻ ധർമ്മം ചെയ്തിരുന്നേനെ, ഞാൻ നിസ്കരിച്ചിരുന്നേനെ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നേനെ. കല്ല, അതിനുള്ള ചാൻസ് ഇനി ഞാൻ കൊടുക്കൂല. ഇന്നഹാ കലിമത്തു ഹുവ ഖായിലുഹാ, അർത്ഥശൂന്യ പദങ്ങളാണ് അവൻ ഉപയോഗിക്കുന്നത്. ആ പദത്തിന് ഒരു വിലയും എൻ്റെ അടുക്കലില്ല. ധാരാളം ചാൻസ് അവനുണ്ടായില്ലേ? എത്ര കാലം അവൻ ജീവിച്ചില്ലേ? 60 കൊല്ലം ജീവിച്ചവരുണ്ടായിരിക്കാം, 40 കൊല്ലം ജീവിച്ചവരുണ്ടായിരിക്കാം, അതിലും കൂടുതൽ ജീവിച്ചവരുണ്ടായിരിക്കാം. അവർക്കൊക്കെ ആ സന്ദർഭത്തിൽ പ്രവർത്തിക്കാൻ, ചിന്തിക്കാൻ ധാരാളം ചാൻസുകൾ ഉണ്ടായിരുന്നില്ലേ? എന്തത് ഉപയോഗപ്പെടുത്തിയില്ല? ഇപ്പോഴാ ആ മരണമാസന്നമാകുന്ന വേളയാകുന്ന ഈ തൗബയുടെ വാതിലുണ്ടല്ലോ, അവസാനമാണ് പൂട്ടാ. നിങ്ങൾ കേട്ടിട്ടില്ലേ തൗബയുടെ വാതിൽ? തൗബയുടെ വാതിൽ സ്വർഗത്തിലുണ്ട്, തൗബയുടെ വാതിൽ മഗ്രിബിലുണ്ട്. മഗ്രിബ് എന്ന് പറഞ്ഞാൽ എന്താണ്?
രാഷ്ട്രമല്ല, മൊറോക്കോ അല്ല, പിന്നെയോ എന്താണ് മഗ്രിബ് എന്ന് പറഞ്ഞാൽ? ഈ സൂര്യനെ അസ്തമാന സ്ഥലം, ആ സ്ഥലത്ത് ഉദിക്കും. എപ്പോഴാ ഉദിക്കുക? ഖിയാമത്ത് നാൾ അല്ലേ? ഈ സൂര്യൻ അവിടെ ഉദിക്കും. അപ്പോൾ ആ ഉദിക്കുന്നത് അവിടെയായതുകൊണ്ട് എന്ത്, അവസാന കാലഘട്ടമാകുമ്പോൾ ഖിയാമത്ത് നാളിൽ സൂര്യൻ നേരെ മറിച്ച് ഇപ്പോൾ ഉദിക്കുന്ന സ്ഥലത്തല്ല, മശ്രിഖിലല്ല ഉദിക്കുക, മഗ്രിബിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു നീണ്ട 40 കൊല്ലത്തെ ദീർഘമുള്ള, ചില റിപ്പോർട്ടുകളിൽ 70ഓളം കൊല്ലം ദീർഘമുള്ളതായ ഒരു മഹാവാതിലുണ്ട് ആകാശത്തിലേക്ക്. ഇവിടെ നിന്ന് പാശ്ചാത്തപിക്കുന്നവരുടെ പാശ്ചാത്താപം കയറാൻ വേണ്ടി അള്ളാഹ് തുറന്നു വെച്ചതായ വാതിലാണ്. അത് ആകാശഭൂമിയെ സൃഷ്ടിച്ചേട മുതൽ അത് അവിടെ ആ വാതിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ, ഏത് നിമിഷം വരെ ആ സ്ഥലത്ത് വെച്ചിട്ട് സൂര്യൻ ഉദിക്കുന്ന നിമിഷം വരെ അത് തുറന്നു കിടക്കും. സൂര്യൻ അവിടുന്ന് ഉദിച്ചു കഴിഞ്ഞാൽ അത് പൂട്ടപ്പെടുകയും ചെയ്യും. അതുവരെ തുറന്നു കിടക്കുന്നതായ ഒരു കവാടമാണ് എന്ത്, ബാബു തൗബ എന്ന മഗ്രിബിലുള്ളതായ കവാടം. നിങ്ങൾ കേട്ടതായ ഹദീസ് ഹസനാണ്. ആ ഹദീസിനെ നമ്മുടെ പണ്ഡിതന്മാർ ഹസനാക്കിയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ളതായ മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കവാടം തുറന്നു വെച്ചിരിക്കവേ അവസാന നിമിഷത്തിലേക്ക്, അഥവാ ഓരോ മനുഷ്യൻ്റെ തൗബയുടെ വാതിൽ അടക്കപ്പെടൽ, അവൻ്റെ അടുക്കലിലേക്ക് മലക്കുൽ മൗത്ത് വരുമ്പോൾ, അവൻ അദാബ് കാണുമ്പോൾ, അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവൻ എന്ത് പറഞ്ഞിട്ടും പ്രയോജനമില്ല. എത്ര തന്നെ ചില ആൾക്കാരൊക്കെ അല്ലാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കും, ശിർക്ക് ചെയ്യും, മൊയ്തീൻ ഷേഖെ കാക്കണമെന്ന് പറയും, ജീവിതം മുഴുവനും ശിർക്ക് ചെയ്യും, ജീവിതം മുഴുവൻ അന്ധവിശ്വാസവും അനാചാരങ്ങളും തോന്നിവാസങ്ങളും ഒക്കെ ചെയ്യും. എന്നിട്ട് മരിക്കാൻ കിടക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കും. പലപ്പോഴും ചോദിക്കപ്പെടാറുണ്ട്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രയോജനമുണ്ടോ? പ്രയോജനമുണ്ട്. എപ്പോൾ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അദ്ദേഹം പറയുമ്പോൾ, അദ്ദേഹം പാശ്ചാത്തപിക്കുന്ന സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിൽ അദ്ദേഹം മലക്കുൽ മൗത്ത് വരുന്നതിന് മുമ്പാണ് എങ്കിലും തൗബ എന്ന ഉദ്ദേശത്തോടു കൂടി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കെട്ടുറപ്പുള്ള വിശ്വാസത്തോടു കൂടി, ഇനിമേലിൽ ശിർക്ക് ചെയ്യൂല, ഇനിമേലിൽ നിന്നോട് ഞാൻ പശ്ചാത്തപിച്ച് കഴിഞ്ഞു, ഞാൻ ചെയ്തത് പാപമാണ്, കഫർതു ബിമാ കുൻതു അശ്റക്തു ബിഹി വ അന ബരീഉ മിൻ കുല്ലി ദീനിൻ യുഖാലിഫു ദീനൽ ഇസ്ലാം എന്ന് പണ്ഡിതന്മാരെ ചില ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചതുപോലെ അങ്ങനെയുള്ള ആ ആദർശം പറയണം. ഏത്? ഞാൻ ഇതുവരെ ചെയ്തതായ അനാചാരം അഥവാ നീ അല്ലാത്തവർ വെച്ച് പ്രാർത്ഥിക്കുക എന്ന തത്വം, അതിനോട് ഞാനിതാ ഇപ്പോൾ വിരുദ്ധമായി, ഞാൻ അതിനോട് എതിർത്തു, ഞാൻ അതിൽ നിന്നിട്ട് മുക്തനായി, ഞാൻ ഒഴിവായി, അതുകൊണ്ട് ഇതാ ഞാൻ ഇതിനോട് പശ്ചാത്തപിക്കുന്നു എന്ന തൗബയുടെ ഉദ്ദേശത്തോട് കൂടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതെങ്കിൽ ഒരു നിബന്ധന. രണ്ടാമത്തെ നിബന്ധന, അദ്ദേഹം അത് പറയുമ്പോൾ അവിടെ മലക്കുൽ മൗത്ത് എത്തിയിട്ടില്ല താനും. രണ്ടാമത്തെ നിബന്ധന. ഈ രണ്ട് നിബന്ധന ഒത്തിട്ടുണ്ടെങ്കിൽ ആ ശിർക്ക് ചെയ്ത് ജീവിച്ച, അല്ലാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ച മനുഷ്യൻ മരിക്കുമ്പോൾ ചെയ്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തുണ്ട്? പ്രയോജനമുണ്ട്. അല്ലാത്ത പക്ഷം ഫറോവയുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്ഥാനത്താണ്, ഫറോവയുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്ഥാനത്താണ്. നിങ്ങൾക്കെല്ലാം പരിചയമുണ്ടല്ലോ, ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദി ആമനത് ബിഹി ബനു ഇസ്രായീൽ വ അന മിനൽ മുസ്ലിമീൻ. 1 നമ്പർ ഷഹാദത്താണ് പരിചയലിയത്. ബനു ഇസ്രായേലുകൾ വിശ്വസിച്ച അല്ലാഹുവിൽ ഞാൻ വിശ്വസിച്ചു, ഞാൻ മുസ്ലിമാണെന്ന് അവൻ പ്രഖ്യാപിച്ചു. പക്ഷേ ഇപ്പോഴാണോ നിനക്ക് ടൈം കിട്ടിയത്? അദാബ് കാണുമ്പോൾ, ശിക്ഷ കാണുമ്പോൾ, മലക്കുൽ മൗത്തിനെ കാണുമ്പോൾ ഇപ്പോഴാണോ നീ തൗബ ചെയ്യുന്നത്? ഇതുവരെ നീ എന്റെ വാക്കിന് വില കൽപ്പിക്കാതെ അത് ലംഘിച്ചുകൊണ്ട് ജീവിച്ചതല്ലേ? മുഫ്സിദായിരുന്നല്ലേ എന്ന് അവിടുന്ന് പറയപ്പെട്ടു എന്നാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ് റസൂലിനോട്, നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ. അപ്പോൾ റസൂൽ ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾ ആ ഫറോവ അങ്ങനെ പറയുന്ന സന്ദർഭത്തിൽ കളിമണ്ണെടുത്തിട്ട് അവൻ്റെ തൊള്ളയിൽ തള്ളിയ രംഗം മഹാ അപകടമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ തൗബയുടെ വാതിൽ അടക്കപ്പെടുക എന്നത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മലക്കുൽ മൗത്ത് ആസന്നമാകുന്ന സമയമാണ്. അവിടുന്ന് മോചിക്കാൻ വേണ്ടി പാടുപെടണം. പിന്നെ മുഅ്മിനായ ആണെങ്കിലോ, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ബുഖാരിയിൽ 2795, മുസ്ലിമിൽ 1877 റസൂൽ പറയുന്നു, മാ മിൻ അബ്ദിൻ യമൂതു ലഹു ഇൻദല്ലാഹി ഖൈർ. ഒരു സത്യവിശ്വാസി മരണപ്പെടുമ്പോൾ, ആ മരണപ്പെടുന്ന സത്യവിശ്വാസിക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവൻ മുന്തിച്ച നന്മകൾ ധാരാളമുള്ള സത്യവിശ്വാസിയാണ്. പ്രശ്നമില്ല. ഞാൻ നേരത്തെ ഷെയ്ഖ് ഇബ്നു ബാസിനെ കുറിച്ച് പറഞ്ഞതുപോലെ, ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ദീർഘകാലം
ജീവിതകാലം പ്രധാനപ്പെട്ട കാലങ്ങളൊക്കെ കാണാൻ ചാൻസ് കിട്ടിയ വ്യക്തിയാണ് ഞാൻ എന്ന രൂപത്തിലാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുങ്ങി നിൽക്കുന്ന അങ്ങനെയുള്ളവരാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അള്ളാഹുവിനോട്. അങ്ങനെയുള്ള ജീവിതമാണെങ്കിൽ ഏത് മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ നന്മകൾ സമർപ്പിച്ച് പ്രവർത്തിച്ച് ജീവിച്ച മനുഷ്യനാണെങ്കിൽ അവന് ദുനിയാവ് മുഴുവൻ കൊടുത്താൽ മടങ്ങി വരാൻ ആഗ്രഹിക്കുകയില്ല. ആരൊഴിച്ച്? ഷഹീദ് ഒഴിച്ച്. ഷഹീദ് ഒഴിച്ച്. ഷഹീദ് ചില റിപ്പോർട്ടിൽ ഒരു തവണ മാത്രമല്ല, ചില റിപ്പോർട്ടിൽ 10 തവണ. 10 തവണ എന്ന റിപ്പോർട്ട് 2817 നമ്പർ ഹദീസ് ബുഖാരിയിൽ. 10 തവണ ഒന്ന് എനിക്ക് ദുനിയാവിലേക്ക് മടങ്ങി, ഷഹീദായി, വീണ്ടും മടങ്ങി, വീണ്ടും ഷഹീദായി, വീണ്ടും മടങ്ങി, വീണ്ടും ഷഹീദായി. അങ്ങനെ ആവണമെന്ന പൂതി വെക്കുന്ന ആൾ, മരിച്ചതിന്റെ ശേഷം വീണ്ടും മടങ്ങിപ്പോകണം ദുനിയാവിലേക്ക് എന്ന് പൂതി വെക്കുന്ന ആൾ ഷഹീദ് മാത്രമാണെന്ന് ജീവിതത്തിൽ കളോപ്പയാത്തവരും നമ്മുടെ മുമ്പിൽ അന്ത്യവിഷമം കൊള്ളുന്നവരുമായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി പറയുകയാണ്. ഹദീസ് ബുഖാരിയിലാണ്. അപ്പോൾ എന്താ പഠിച്ചത്? മരിച്ച ശേഷം വീണ്ടും മടങ്ങി വരണമെന്ന് നന്മയോടുകൂടി മരിക്കുന്നവർക്ക് പൂതി ഉണ്ടാവില്ല ഷഹീദനല്ലാതെ എന്നതാണ്. ഇത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതായ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് തുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. വിരുന്ന് അവിടെ ലഭിക്കാൻ ആരംഭിച്ചു. അള്ളാഹുവിന്റെ വിരുന്ന് ലഭിക്കാൻ ആരംഭിച്ചു സത്യവിശ്വാസിക്ക്. ഒരുങ്ങിയവനാണെങ്കിൽ, തയ്യാറെടുത്തവനാണെങ്കിൽ, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്ത ആളാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമില്ല. പക്ഷേ ഈ ഷഹീദിന് ലഭിക്കുന്നത് ഒരു സ്പെഷ്യൽ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം കണ്ടതുകൊണ്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നതാണ് ഇനിയും ഒന്ന് കിട്ടിയാൽ തരക്കേടില്ല. പിന്നെ ഈ ഷഹീദിന് പൂതി എന്താണ്? ജനങ്ങളുടെ മുമ്പിൽ അവിടെ ദയനീയമാം വിധം, അങ്ങനെ പറയാൻ വേണമെങ്കിൽ ഷഹീദിനെ കുറിച്ച് പറയാൻ പാടില്ല, പക്ഷേ ജനങ്ങൾ അങ്ങനെയാ മനസ്സിലാക്കുന്നത്. അദ്ദേഹം എത്ര പ്രയാസപ്പെട്ട മരിച്ചുപോയത്, അദ്ദേഹത്തിന്റെ കരൾ കീറിയല്ലോ, അദ്ദേഹത്തിന്റെ ശരീരം തുണ്ടുണ്ടായി മുറിച്ചല്ലോ എന്നൊക്കെയാണ് കുടുംബം മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കപ്പെടുന്ന രൂപത്തിൽ മരിച്ചത് കൊണ്ട് മൂപ്പർക്ക് പൂതിയാണ് എന്ത്? അള്ളാഹിനോട് ആവശ്യപ്പെടുന്നതാണ്, അള്ളാഹുവേ ഒന്ന് അവർക്ക് വിവരം കൊടുക്കണം എൻ്റെ കുടുംബത്തിന്. ഞാൻ ഏത് സ്റ്റാൻഡേർഡിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്? ഞാൻ അവരുടെ മുമ്പിൽ നിന്നിട്ട് മരിച്ചപ്പോൾ പ്രയാസപ്പെട്ട് അവർ പ്രയാസപ്പെട്ടു. റസൂലുള്ളാഹി പറഞ്ഞു അവിടെ നിയാഹ ഹറാമാവാത്ത സന്ദർഭമായതുകൊണ്ട് ഇബുക്കു ഔലാ തബുക്കു, നിങ്ങൾ പൊട്ടിക്കരയുകയോ കരയാതിരിക്കുകയോ എന്ത് ചെയ്താലും വിരോധമില്ല. മലക്കുകൾ അവർക്ക് തണലിടുന്നുണ്ട്, മലക്കുകൾ അവർ നിന്നിട്ട് ചിലരെ കുളിപ്പിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ശൈലി ഉഹദ് പോർക്കളത്തിൽ നാം കേട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ശുഹദാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മടങ്ങി വരണമെന്ന് പൂതി ഉണ്ടാവാൻ കാരണം അവർക്ക് കിട്ടിയതായ നേട്ടങ്ങളെ കുറിച്ച് പറയണമെന്ന ആഗ്രഹം കൊണ്ടാണ്. അത് ആയത്തിൽ അല്ലാഹു തആല ഉൾക്കൊള്ളിച്ചിട്ട് ഇലാഹി എഴുത്തായി, ഇലാഹി മെസ്സേജായി ആയത്തിലൂടെ ലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരവിടെ എൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നും നിങ്ങളുടെ അടുക്കലല്ല, നിങ്ങളുടെ അടുക്കൽ അവർ മരിച്ചവരാണ്, നിങ്ങളുടെ അടുക്കൽ അവർ ഖബറിലാണ്, പക്ഷെ എൻ്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നുണ്ട്, അവരുടെ ആത്മാക്കൾ എന്ന ശൈലി വിശദീകരണത്തോടു കൂടി നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഭാഗമാണ്. നിങ്ങൾ കേട്ടത് സത്യവിശ്വാസി മരിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി മരിക്കും, മടങ്ങി വരണമെന്ന് പൂതിയുണ്ടാവില്ല, ആർക്കൊഴിച്ച് ഷഹീദിനൊഴിച്ച്. അതേസമയത്ത് ഫാസിഖ് ഖതാദ റളിയല്ലാഹു തആല അൻഹു മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഖതാദയുടെ ഹദീസിൽ കാണാം 950 ഹദീസ് നമ്പർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബി ജനാസ, ഒരു ജനാസയുടെ മുമ്പിൽ കൂടി വിട്ടുകടന്നു. അപ്പോൾ റസൂൽ പറഞ്ഞു, പലർക്കും മനപ്പാടമുള്ള ഹദീസായിരിക്കാം, മുസ്തരീഹുൻ വ മുസ്തറാഹുൻ മിൻഹു. ചോദിക്കപ്പെട്ട് എന്താണ് മുസ്തരീഹ്, എന്താണ് മുസ്തറാഹ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അബ്ദുൽ മുഅ്മിൻ, സത്യവിശ്വാസി നല്ല രൂപത്തിൽ ജീവിക്കുമ്പോൾ വേണ്ടതുപോലെ ആ അന്തസ്സുള്ള ജീവിതം. എന്താണ് അന്തസ്സുള്ള ജീവിതം? വേറൊരു ഹദീസിൽ കാണുന്ന അവിടേക്ക് നാം എത്തുമെന്ന് തോന്നുന്നില്ല, സമയം അവസാനിക്കാൻ പോവാണ്. അന്തസ്സുള്ള ജീവിതം അത് ജീവിക്കുമ്പോൾ രാത്രി നമസ്കരിച്ച് അള്ളാഹുമായുള്ളതായ ഒരു സ്പെഷ്യൽ ബന്ധമുണ്ടാക്കുന്ന ആളുടെ ജീവിതമാണ് അന്തസ്സുള്ള ജീവിതം സത്യവിശ്വാസിയുടെ. ആ ജോലി നാം ചെയ്യാറുണ്ടോ? ഓരോരുത്തരും അവരോട് ചോദിക്കുക, രാത്രി എത്ര റക്അത്ത് നിസ്കരിക്കാറുണ്ട്, നാം എത്ര മണിക്കൂർ നമസ്കരിക്കാറുണ്ട്, എത്ര ടൈം നാം അതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്, എത്ര ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്, അതിനെക്കുറിച്ച് എത്ര സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നിട്ട് ഒരിക്കലെങ്കിലും ഒരു രൂപത്തിലെങ്കിലും നമുക്ക് നടപ്പാക്കാൻ
ശേഷികെട്ട ഈമാനിന്റെ ഉടമകളെ കുറിച്ച് പറഞ്ഞ ശൈലിയാണ് എന്ത്? രാത്രി ആരെങ്കിലും ഒരാൾ കിടപ്പറയിൽ നിന്നിട്ട് ഒന്ന് ഉണർന്നു, ആ ഉണർന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കപ്പെടും. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും വലിയ പ്രത്യേകതകൾ നൽകും എന്നൊക്കെ. വഫിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അത്താഴ സമയത്ത് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നവരാണ് എന്ന് പറഞ്ഞ വിഭാഗമാണ്. അഥവാ 2 റക്അത്ത് നിസ്കരിച്ചാൽ അദ്ദേഹത്തിന്റെ പാപമോചനം ലഭിക്കുകയും ചെയ്യും എന്ന ഹദീസിന്റെ പരിപൂർണതയിൽ റസൂലുള്ളാഹി പറയുന്നതായിട്ട് കാണാം. എന്നാൽ ഇതിൽ നിന്നിട്ട് ഏതെങ്കിലും ഇനത്തിൽപ്പെടാൻ വേണ്ടി നമ്മിൽ നിന്നിട്ട് ആരൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് നോക്കുക. അപ്പോഴാണ് കേൾക്കാൻ പോകുന്ന സമയമുണ്ടെങ്കിൽ ഹദീസിൽ റസൂൽ പറയുന്നു, ഷറഫ്, ഇസ്സത്ത്, അഭിമാനം അത് രാത്രി നമസ്കരിക്കലാണ്. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. സഹോദരന്മാരെ, സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് പറയുകയുണ്ടായി, യാ മുഹമ്മദ്, റസൂലേ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഷ് മാ ശിഅത, ഇഷ്ടമുള്ളത്ര ജീവിച്ചോ നിങ്ങൾ. ഫഇന്നക മയ്യിതുൻ, എത്ര തന്നെ ജീവിച്ചാലും നിങ്ങൾ മരിക്കേണ്ടി വരും. വഅഹ്ബിബ് മാ ശിഅത, ഇഷ്ടമുള്ളത് നിങ്ങൾ ആഗ്രഹിച്ചോ. ഫഇന്നക മുഫാരിഖു, നിങ്ങൾ അതിനോട് വിട വാങ്ങേണ്ടി വരും. ഇഷ്ടമുള്ളത് നിങ്ങൾ ഇഷ്ടപ്പെട്ടോ, പക്ഷേ നിങ്ങൾ അതിനോടെല്ലാം എന്ത് വേണ്ടി വരും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുഇലത് ഖുറത ഐനി ഫിസ്സലാ എന്ന് പറഞ്ഞ ഹദീസിൽ എന്താണ് റസൂലുള്ളാഹി പറഞ്ഞത്? ഞാൻ ഈ ദുനിയാവിൽ നിന്നിട്ട് 2 സാധനമേ എനിക്ക് ഇഷ്ടമുള്ളതാക്കിയിട്ട് അല്ലാഹു തന്നിട്ടുള്ളൂ. ഒന്ന് ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അത്തീബു വന്നിസാ, ഒന്ന് തീബ് അഥവാ സുഗന്ധ ദ്രവ്യങ്ങൾ, പിന്നെയോ ഒന്നിസ അള്ളാഹു അനുവദിച്ചു കൊടുത്തതായ, അവർക്ക് ഹലാലാക്കി കൊടുത്തതായ സ്ത്രീകൾ. ഈ 2 സാധനമാണ് ദുനിയാവിൽ നിന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളതായിട്ട് അള്ളാഹു നൽകിയിട്ടുള്ളത്. പക്ഷേ എൻ്റെ കൺകുളിർമ ഉണ്ടായത് അത് നമസ്കാരത്തിലാണ്. അപ്പൊ അത് സ്നേഹമല്ല അവിടെ പറഞ്ഞത്. എനിക്ക് കുളിരണമെങ്കിൽ അള്ളാഹിനോട് സംസാരിക്കണം, അള്ളാഹിനോട് മുനാജാത്ത് നടത്തണം. അബുൽ അലാ അൽ മഅരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പണ്ട് ഈ ഹദീസ് പിടിച്ചിട്ട് അവൻ ഈ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെയുള്ള ഹദീസ് നിഷേധികളെ പോലത്തതായ ബുദ്ധിപൂജകന്മാരുടെ ഇനത്തിൽപ്പെട്ട ആളാണ്. പറഞ്ഞു, നീ എന്തേ തീബിനോട് ഇഷ്ടം, പെണ്ണിനോട് ഇഷ്ടം. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ ആ ഹദീസ് മുഴുവനും ഫിറ്റാക്കി കഴിഞ്ഞാൽ ഞാൻ നബിയാവൂലേ, അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചതാണ്. അതേതാണ്? നിസ്കാരം കൂടി നിസ്കരിച്ചാലേ ജുഇലത്ത് ഖുറത ഐനി ഫിസ്സലാ എന്നുള്ളതും കൂടി ഫിറ്റായി കഴിഞ്ഞാൽ ഞാൻ നബിയായി പോകുമല്ലോ, അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഭാഗം ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നു എന്ന് തെറി പറഞ്ഞതായ മനുഷ്യൻ്റെ കഥ എൻ്റെ ഓർമ്മയിൽ വരുന്നു. അങ്ങനെ തെറി പറയുന്നവർ ഇന്ന് മാത്രമല്ല അന്നും ഉണ്ടായിട്ടുണ്ട്, പണ്ടേ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട്? അഖീദ അൽ ഇസ്ലാമിയ്യ, ഇസ്ലാമിക ആദർശം, ആ വിശ്വാസം കെട്ടുറപ്പുള്ള വിശ്വാസമായി വേറൂന്നി ഹൃദയത്തിൽ പിടിക്കാത്ത വിഭാഗത്തിന്റെ സ്ഥിതിയാണ് കാറ്റത്ത് തൂക്കപ്പെട്ട തൂവല് പോലെ അങ്ങുമിങ്ങും ആടിയും ചാടിയും കൊണ്ട് ഇരിക്കുക എന്ന സ്വഭാവം. ആ ഇനത്തിൽ അല്ലാഹു നമ്മെ പെടുത്താതിരിക്കട്ടെ. നിങ്ങളെ കേൾപ്പിച്ച ഹദീസ് ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്നു. അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സഹിയാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹിഹയിൽ 831 നമ്പർ ഹദീസാണ്. ഏതായാലും നമ്മുടെ ഇന്നത്തെ വിഷയം ദുനിയാവ് വിലയില്ലാതെയാവണമെന്ന അർത്ഥത്തിലേക്കല്ല. പക്ഷേ ദുനിയാവിന് ഒരു വിലയുമില്ല. ഒരാൾ മരണത്തെ സ്മരിച്ചിട്ട് പ്രശ്ന മനുഷ്യനായി ജീവിക്കാൻ തീരുമാനിച്ചാൽ, അതായിരിക്കും നേരത്തെ ഞാൻ ചൊല്ലിയതായ പദ്യത്തിന്റെ പരിപൂർണതയിൽ ഫലൈസത് ഹാദിഹി ദുനിയാ ബിശൈഇൻ തസൂക താറതൻ വതസുറു വഖത വഗായതുഹാ ഇദാ ഫക്കർത ഫീഹാ കഫൈക ഔ കഹുൽമിക ഇദ് ഹലുംത. എന്നതിന്റെ അർത്ഥം ലൈസത് ഹാദിഹി ദുനിയാ ബിശൈഇൻ, ഈ ദുനിയാവ് ഒന്നുമല്ല. തസൂക താറതൻ, ചില സന്ദർഭത്തിൽ നല്ല പ്രയാസമുണ്ടാകും ഈ ദുനിയാവിൽ. ചില സന്ദർഭത്തിൽ സന്തോഷമുണ്ടാവും. എപ്പോഴും സന്തോഷം ഇവിടെയില്ല, എപ്പോഴും പ്രയാസം എവിടെയില്ല. ഈ സ്വഭാവമാണ് ദുനിയാവിന്റെ സ്ഥിതി. ഇനി കൂടുതൽ ചിന്തിച്ചിട്ട് അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നീ ഇറങ്ങാൻ തീരുമാനിച്ചാൽ എന്താണ് ദുനിയാവ്? നീ ഉറക്കത്തിൽ കാണുന്ന കിനാവുണ്ടല്ലോ, പോയി കിനാവ്, അതാണ് ദുനിയാവ്. അതാണ് നൂഹ് നബിയെ കുറിച്ച് ഇസ്രാഈലിസത്തിൽ പറയാറുണ്ട്. 1000 കൊല്ലം ജീവിച്ച ആളാണ് മൂപ്പര്. 1000-ൽ പരമാവാം. കാരണം 950-ലാണ് മൂപ്പർക്ക് നുബൂവത്ത് കിട്ടിയതെന്നുള്ള പറയുന്നുണ്ട്. 950 കൊല്ലമാണ് നബിയായിട്ട് പ്രവർത്തിച്ചതെന്നുള്ള പറയുന്നുണ്ട്, അല്ലേ? 950 ആമ. എന്നാൽ ഈ 1000-ഓളം കൊല്ലം ജീവിച്ച നൂഹിനോട് ഈ ഇസ്രായേലിസം ഇങ്ങനെയുള്ളത് പറയാമെന്നാണല്ലോ ചോദിച്ചു.
നിങ്ങൾ ദുനിയാവിനെ കുറിച്ച് ഇന്റർവ്യൂ നടത്താണ് മരിക്കുന്ന സമയത്ത്. ഇന്റർവ്യൂവിൽ മറുപടി മൂപ്പര് പറയാണ്, ഈ വീടിന്റെ ഈ വാതിൽ കൂടി ഇറങ്ങിയിട്ട് രണ്ടാമത്തെ വാതിൽ കൂടി പുറത്തിറങ്ങിയതുപോലെയാണ് ഈ ദുനിയാവിനെ കുറിച്ച് എനിക്ക് തോന്നിയത്. അതാണ് ദുനിയാവ്, അതാണ് ദുനിയാവ്. 1000 കൊല്ലം ജീവിച്ച ആളുടെ മറുപടിയാണ് ഇന്റർവ്യൂവിൽ കിട്ടിയത്. ഇതാണ് ദുനിയാവ്, മനസ്സിലായില്ലേ? അതാണ് നിന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആ ജയിലിലാണ് നീ മുസ്ലിം ആയിരിക്കവേ നീ ദുനിയാവിൽ ജയിലിലാണ്. എന്തേ? കള്ള് കാണുന്നു, തൊടാൻ പറ്റൂല. അന്യസ്ത്രീ കാണുന്നു, നോക്കാൻ പറ്റൂല. മറ്റുള്ളവരുടെ മാംസം തിന്നാൻ പറ്റൂല. തൊള്ള തുറക്കുമ്പോൾ ഇത് പറയാൻ പാടുള്ളതാണോ അല്ലേ എന്ന് ചിന്തിക്കണം. ഹജ്ജിന് വന്നു, ഉംറയ്ക്ക് വേണ്ടി വന്നു, നിങ്ങൾ മസ്ജിദുൽ ഹറാമിലേക്ക് എത്തിയപ്പോൾ മസ്ജിദുൽ ഹറാമിന്റെ എല്ലാ ഭാഗവും തൊടരുത്. മൗലവി പറഞ്ഞു നിങ്ങളോട് എല്ലാ ഭാഗവും തൊടേണ്ട ആവശ്യമില്ല, മറിച്ച് റസൂൽ തൊട്ട് കാണിച്ച സ്ഥലത്ത് മാത്രം മതി. എന്തേ? റസൂല് പഠിപ്പിച്ചതല്ലാതെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഇഷ്ടാനുസരണം കാട്ടലല്ല, മറിച്ച് റസൂൽ ചെയ്തത് ചെയ്യലാണ്, റസൂൽ പഠിപ്പിച്ചത് ചെയ്യലാണ്. അപ്പോഴോ നീ സിജിനിലാണ്. സുജിൻത ബിഹാ വഅൻത ലഹാ മുഹിബ്ബു വകൈഫ തുഹിബ്ബു മാ ഫീഹി സുജിൻത. നീ അറസ്റ്റ് ചെയ്യപ്പെട്ട ആ ഭൂമിയെ നീ എങ്ങനെയാണ് ഇഷ്ടപ്പെടാ? നീ അറസ്റ്റ് ചെയ്യപ്പെട്ട സിജിന്, നീ അറസ്റ്റ് ചെയ്യപ്പെട്ട ആ ജയിലിനെ നീ ഇഷ്ടപ്പെടാനോ എന്ന് കവി ചോദിക്കുന്നത് വളരെ അർത്ഥവത്തായ ചോദ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യസാലുൽ ഖൽബുൽ കബീരി ഷാബ്ബൻ ഫീ ഇത്നൈൻ. 2 വിഷയത്തിൽ വലിയ മനുഷ്യന്മാരുടെ ഹൃദയം യുവാവ് തന്നെയാണ്. വയസ്സെത്രേ? 90 വയസ്സായി. എന്നാലും മൂപ്പരുടെ ഹൃദയത്തിൽ നല്ല ചൊറുചൊറുക്കുള്ളതായ യുവത്വമുള്ള 2 സാധനമുണ്ട്. അതെന്തൊക്കെയാണ്? ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനോടുള്ള സ്നേഹം. മറ്റൊന്നെന്താണ്? തൂലുൽ അമൽ, കൂടുതൽ ജീവിച്ച് കിട്ടണമെന്ന ബോധി. മുത്തഫഖുൻ അലൈഹി, ബുഖാരിയിലും മുസ്ലിമിലും. ബുഖാരിയിൽ 6420, മുസ്ലിമിൽ 1046. ഇതേ അർത്ഥം കുറിക്കുന്ന പദം മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ വേറെ കാണുന്നു. യഹ്റുമു ഇബ്നു ആദമ വതശുബ്ബു മിൻഹു തനതാനി. ആദമിന്റെ സന്തതി വാർദ്ധക്യമുള്ള ആളായി മാറുന്ന സന്ദർഭത്തിൽ 2 ബാല്യപ്രായമുള്ളതാണ്. അൽ ഹിർസു അലൽ മാൽ, സമ്പത്തോടുള്ളതായ അത്യാഗ്രഹം. വൽ ഹിർസു അലൽ ഉംരി, വയസ്സിനോടുള്ളതായ അത്യാഗ്രഹം. മുത്തഫഖുൻ അലൈഹി 6621, ബുഖാരിയിൽ 1047, മുസ്ലിമിൽ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ തൊട്ട ഹദീസാണ്. നമ്മുടെ ടൈം അവസാനിച്ചിരിക്കുകയാണ്. മഹാനായ ഇബ്നു ഉമർ റിപ്പോർട്ട് ചെയ്യുന്നതായ ബുഖാരിയിലുള്ള ഹദീസ് കേട്ട് പോയാൽ മതി. അതെന്താണ്? റസൂൽ പറയുന്നു, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. നിങ്ങൾ എന്നിട്ട് പലർക്കും മനപ്പാടമുള്ള ഹദീസാണ്. നീ ഇവിടെ ജീവിക്കുമ്പോൾ ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കണം. ഇബ്നു ഉമർ കൂട്ടിച്ചേർക്കുകയാണ്. ഇബ്നു ഉമറിന്റെ വകയിൽ അദ്ദേഹം റസൂൽ പഠിച്ചതായ പാഠത്തിൽ നിന്നുള്ളതായ ഭാഗമാണത്. അദ്ദേഹം പറയുന്നതും ബുഖാരിയിൽ തന്നെയാണ്. ഇത് അംസൈത ഫലാ തൻതദിർ സബാഹ, വൈകുന്നേരമായി കഴിഞ്ഞാൽ രാവിലെ ഉണ്ടാകുമെന്ന് നിനക്ക് പ്രതീക്ഷ വേണ്ട. രാവിലെ ആയാൽ വൈകുന്നേരം വരെ ജീവിക്കുമെന്ന് നിനക്ക് പ്രതീക്ഷ വേണ്ട. നിന്റെ ആരോഗ്യത്തിൽ നിന്നിട്ട് നിനക്കെപ്പോഴും അനാരോഗ്യം ഉണ്ടാകുമെന്നത് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഈ ആരോഗ്യമുള്ള പുഷ്ടിയുള്ള സന്ദർഭത്തിൽ എത്ര കണ്ട് രാത്രി നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നു, എത്ര കണ്ട് ദഅവത്ത് നടത്താൻ പറ്റുന്നു, എത്ര കണ്ട് പ്രബോധനം ചെയ്യാൻ പറ്റുന്നു. എത്രയോ പേര് ഇവിടെ നിന്ന് ഖേദിച്ച്, ഞാൻ യാഥാർത്ഥ്യം പറയാണ്, എനിക്ക് വന്ന ഫോണ് പറയാണ്, എനിക്ക് വന്ന എഴുത്തിന്റെ കാലഘട്ടത്തിൽ പറയാണ്, പലരും ഇവിടെ 2.5 കൊല്ലം ജീവിച്ചു മൗലവി മദീനയിൽ ജീവിച്ച കാലഘട്ടത്തിൽ എൽമു പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ എൽമു എന്റെ കൂടെയുണ്ട് എന്നല്ലാതെ അവിടെ സമ്പാദ്യം നഷ്ടപ്പെട്ടു പോയി, തീർന്നുപോയി. അപ്പൊ ദുനിയാവിന്റെ സ്ഥിതി അതാണ്. അപ്പോഴോ ആ കിട്ടിയ സന്ദർഭം ശരിക്കും ഉപയോഗപ്പെടുത്തുക. ഇവിടെ എത്ര കാലം ജീവിക്കും ദുനിയാവിലെന്ന് മൊത്തത്തിൽ പറയാൻ പറ്റൂല, മദീനയിൽ പ്രത്യേകിച്ച് പറയാൻ പറ്റൂല. അതുകൊണ്ട് ആ കിട്ടിയ സന്ദർഭം, ആ ചുറ്റുപാട്, അന്തരീക്ഷം ശരിക്കും ഉപയോഗപ്പെടുത്താൻ വേണ്ടി പാടുപെടുന്ന ആളാണ് ആര്? ബുദ്ധിജീവി. തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ടൈം അവസാനിച്ചതുകൊണ്ട് നിർത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ പറഞ്ഞതിനെ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ നാടുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നു പോകുന്നവരാവട്ടെ, ഇവിടെ ഉംറയ്ക്ക് വേണ്ടി ആവട്ടെ, ആരായിരുന്നാലും വിരോധമില്ല, മരണം വരെ അവരുടെ ജീവിതത്തെ മക്കീകരിക്കുവാൻ, മദീനീകരിക്കുവാൻ, സ്വർഗത്തോപീകരിക്കുവാൻ, ഇസ്ലാമീകരിക്കുവാൻ, മുഹാജിരീകരിക്കുവാൻ, അൻസാരീകരിക്കുവാൻ, സുന്നത്തീകരിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ.